പ്രൈസ് ദി ലോർഡ്. സിയോൺ ബൈബിൾ ക്വിസ് പ്രോഗ്രാം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിലെ ചില ട്രിക്കി ചോദ്യങ്ങളും രസകരമായ ചില കുസൃതി ചോദ്യങ്ങളുമാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, വേദപുസ്തകത്തിലെ ഒരു ഇടപ്രഭുവിൻ്റെ പേരും ഒരു സുവിശേഷകൻ്റെ പേരും ഒന്നാണ്. പേര് എന്ത്? ഉത്തരം ഫിലിപ്പോസ്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം, പ്രവൃത്തികൾ 14-ാം അധ്യായം 26-ാം വാക്യം. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിൽ ഒരു പുസ്തകം ആരംഭിക്കുന്നത് മുൻ പുസ്തകത്തിൻ്റെ പേരോടുകൂടിയാണ്. പുസ്തകം ഏതാണ്? ഉത്തരം രൂത്തിൻ്റെ പുസ്തകം. തൊട്ടു മുൻപത്തെ പുസ്തകമായ ന്യായാധിപന്മാർ എന്ന വാക്കോടുകൂടിയാണ് രൂത്തിൻ്റെ പുസ്തകം തുടങ്ങുന്നത്. അടുത്ത ചോദ്യം, കള്ളക്കേസിൽ കുടുക്കി വധിക്കപ്പെട്ട പഴയ നിയമ വ്യക്തി ആരാണ്? ഉത്തരം നാബോത്ത്. 1 രാജാക്കന്മാർ 21-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം, യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് പശുത്തൊട്ടിയെ പരാമർശിക്കുന്ന സുവിശേഷം ഏതാണ്? ഉത്തരം ലൂക്കോസ് 2-ാം അധ്യായം. അടുത്ത ചോദ്യം, പാപത്തിൻ്റെ ഫലമായി ഉണ്ടായതിനാൽ പാപം പരിഹരിച്ചവന് മുറിവുണ്ടായി. എന്താണ്? ഉത്തരം മുള്ള്. ഉൽപ്പത്തി 3:19, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 29-ാം വാക്യം. അടുത്ത ചോദ്യം, തലയിൽ കാൽ ചവിട്ടി നടക്കുന്ന ജീവി ബാധയായത് ആർക്കാണ്? ഉത്തരം മിസ്രയീമ്യർക്ക്. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 17-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കരടിയെ കൊന്ന ബൈബിൾ കഥാപാത്രം ആരാണ്? ഉത്തരം ദാവീദ്. 1 ശമൂവേൽ 17-ാം അധ്യായം 34-37 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിലെ പ്രസിദ്ധനായ ഗുസ്തിക്കാരൻ ആരാണ്? ഉത്തരം യാക്കോബ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 24-28 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിലെ സൗന്ദര്യ മത്സരത്തിൽ ജൂറി ആയിരുന്നത് ആരാണ്? ഉത്തരം ഹേഗായി. എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-9 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, വേദപുസ്തകത്തിൽ ഒരിടത്ത് മൃഗങ്ങൾ രട്ടുപുതച്ചിട്ടുണ്ട്. എവിടെയാണ്? ഉത്തരം നിനവേയിൽ. യോനയുടെ പ്രവചനം 3-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, ആഴിയും സസ്യവും ചേർന്ന് വരുന്ന ഒറ്റപ്പദം എന്താണ്? ഉത്തരം കടൽപ്പുല്ല്. യോനയുടെ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, എനിക്ക് വസ്ത്രവുമായി ബന്ധമുണ്ട്, എന്നെ പണം സൂക്ഷിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ജലാംശം നീക്കാൻ എന്നെ ഉപയോഗിക്കാറുണ്ട്. എങ്കിൽ ഞാൻ എന്താണ്? ഉത്തരം
ഉറുമാൽ. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 20-ാം വാക്യം. അടുത്ത ചോദ്യം, പഴയ നിയമത്തിലെ ഒരു പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവിന് സമമായ മറ്റൊരു വസ്തുവിനെ പറ്റി പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് എങ്കിൽ അത് എന്താണ്? ഉത്തരം തുപ്പട്ടി. പ്രവർത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പഴയ നിയമത്തിൽ ഈ വസ്ത്രം സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു കൂട്ടർ ഗമയ്ക്കായി ഇതുപയോഗിക്കുന്നു. ഏതാണ് ആ വസ്ത്രം? ഉത്തരം നിലയങ്കി. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 3-ാം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 20-ാം അധ്യായം 46-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പലരും കടക്കുവാൻ നോക്കിയിട്ടും കടക്കുവാൻ കഴിയാത്ത വാതിൽ ഏതാണ്? ഉത്തരം ഇടുക്കുവാതിൽ. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 24-ാമത്തെ വാക്യം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളുടെ പേജുകളിലെത്തുവാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.